ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചണം എന്താണ് ഈ വെറൈറ്റി ചിക്കൻ കറി എന്ന്. അത് നമുക്ക് വഴിയെ കാണാം. അതിനായി നമുക്ക് വേണ്ടത് 1.5 കിലോ ചിക്കൻ, 5 സവാള, ആവശ്യത്തിനുള്ള ഉള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ചിക്കൻ ക്യൂബ്, 2 തക്കാളി, 4 പച്ചമുളക്, മല്ലിച്ചപ്പ്, 2-3 കിഴങ്ങ്. അതിനായി ഒരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് നേരത്തെ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നീളത്തിൽ കീറിയ 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ 2 തക്കാളിയും 2 ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ വിചാരിച്ചു കാണും എന്താ ഈ ചിക്കൻ കറിക്കുള്ള പ്രത്യേകതയെന്ന്. ഇവിടെയാണ് നമ്മുടെ ടെസ്റ്റ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ചിക്കനും ചേർത്ത് വിസിലടുപ്പിക്കുന്നു. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെയല്ല. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കൂട്ടി വെച്ചിരിക്കുന്ന കൂട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിലടുപ്പിക്കുക. ആവി അടങ്ങിയതിന് ശേഷം കുക്കർ തുറന്ന് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്ത് തട്ടുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച കിഴങ്ങും ചതച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചതച്ച കുരുമുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കണേ, അതാകുമ്പോൾ ആ ഫ്ലേവർ നമുക്ക് കടിക്കാൻ കിട്ടും. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിലും കൂടെ അടുപ്പിക്കുക. ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞെരടി ചുറ്റിനും ഒടിക്കുക. ഇതിലേക്ക് കുറച്ച് ചതച്ച കുരുമുളകും കുറച്ച് മല്ലിച്ചെപ്പും ചുറ്റിച്ച് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അവസാനം ഞാനിന്നുണ്ടാക്കിയ നെയ്ച്ചോറ് കുറേശ്ശെ ഒരു പ്ലേറ്റിലെടുത്ത് കുറച്ച് പരിപ്പും അച്ചാറും പിന്നെ നമ്മളൊന്നുണ്ടാക്കിയ കറിയും എടുത്ത് ചോറിൻ്റെ നടുവിലൊഴിച്ച് ഒരു പപ്പടവും എടുത്ത് വെച്ച് എല്ലാം കൂടി ഒരു പിടി അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ ആരോ പണ്ട് പറഞ്ഞ പോലെ സ്വർഗം മാമ സ്വർഗം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.